ഹലോ ഗൈസ്, ഞാനിപ്പോൾ പോകുന്നത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് റോഡിലൂടെയാണ്. ഞാൻ പോകുന്നത് കണ്ണൂരേക്കാണ്. ഇത് കണ്ണൂർ മട്ടന്നൂർ ദേശീയപാതയും കൂടിയാണ്. മട്ടന്നൂർ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡും കൂടിയാണ്. ഈ റോഡ് ഇരു ഭാഗത്തും നല്ല പച്ചപ്പ് നിറഞ്ഞ റോഡ്, കുഴികളും ഇല്ലാത്ത റോഡ്. റോഡിൻ്റെ സൈഡിലായിട്ട് മനോഹരമായ മരങ്ങളും മറ്റു പച്ചപിടിച്ച ഒരു പ്രകൃതി സുന്ദരമായ റോഡാണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്, റോഡിന് വീതി കുറവ്. വളരെ വീതി കുറഞ്ഞൊരു റോഡ്. ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് റോഡായിട്ടും ഈ റോഡിന് തീരെ വീതിയില്ല. നമുക്ക് അത്യാവശ്യം ഒരു സ്പീഡ്, അതായത് അത്യാവശ്യം സ്പീഡ് ഉദ്ദേശിക്കുന്നത് 100 സ്പീഡല്ല, ഒരു 60-80 വേണ്ട, 60-70 സ്പീഡിനിടയിൽ പോകാൻ എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് ആ സ്പീഡിൽ പോലും പോകാൻ പറ്റാത്തൊരു റോഡായി മാറിയിരിക്കുകയാണ്. ഇത് ജംഗ്ഷനാണ്, ഇത് എച്ചൂർ ജംഗ്ഷൻ. അവിടേക്ക് സ്പീഡ് പോകാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ പെഡിസ്ട്രിയൻ ക്രോസ് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ നമ്മൾ അവിടെ നിർത്തി കൊടുക്കണം. അത് സാധാരണ, അത് നോർമൽ. അതല്ല, അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരുപാട് വലിയ ഹൈവേനാണ്. ഇത് ഹൈവേ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഹൈവേ എന്ന് പറയാനില്ല. ഇത് ഒരു 2 വേ റോഡാണ്, വീതി കുറഞ്ഞ റോഡ്. നമുക്കൊരു 60-70 സ്പീഡിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇതുപോലെ സ്കൂട്ടറുകളിങ്ങനെ വെട്ടിച്ച് കളിക്കുക, സ്പീഡ് കുറയ്ക്കേണ്ടി വരും. 60 സ്പീഡിൽ വന്ന് ഞാൻ ഒരു 10 സ്പീഡിലേക്കോ 20 സ്പീഡിലേക്കോ പെട്ടെന്ന് ടൗൺ ചെയ്യേണ്ടി വരും. പിന്നെയും കുറച്ച് അങ്ങനെ നന്നായി സ്പീഡ് പോകണമെന്ന് ഉദ്ദേശിക്കും. വീണ്ടും പല ടാസ്കുകളുടെയും നമുക്ക് വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകേണ്ടി വരും. ഇപ്പം നോക്കൂ, ഞാൻ ഈ ഒരു ഓട്ടോറിക്ഷയും ഒരു കാറിനെയും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ഓട്ടോറിക്ഷ മുന്നിലുള്ള കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതിനെ ഓവർടേക്ക് ചെയ്യുന്നത് ഈ ഒരു ചെറിയൊരു ടേണിങ് എന്നാണ് ഓവർടേക്ക് ചെയ്യുന്നത്. അവിടെ ഒരു അപകടകരമായ രീതിയിലാണ് ഓവർടേക്ക് ചെയ്തത്. മുന്നിൽ വണ്ടി വന്ന് അവർ ലൈറ്റ് അടിച്ചു തന്നു. പിന്നിലുള്ള കാറിന് മുന്നിൽ ഒരുപാട് സ്ഥലം ഉണ്ടായിട്ട് അവനവിടുന്ന് സ്ലോല് ഉരുട്ടുകയാണ്. അതുപോലെ ഈ വീതി കുറഞ്ഞ റോഡായിട്ടും നോക്കൂ, റോഡിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന ഒരു സ്വിഫ്റ്റ് കാറിനേക്കാൾ എനിക്കും അവിടെ വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വന്നു. വണ്ടി നിർത്തേണ്ട അവസരം വരെ വന്നു. കാരണം ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ എനിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് അവിടെ സ്ഥലം കിട്ടിയില്ല. ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ അവരുടെ ഇടത് ഭാഗത്തൂടെ പോകുന്ന സ്കൂട്ടറിനെ ഓവർടേക്ക് ചെയ്ത് വരികയാണ്. ഇതുപോലെ വീതി കുറഞ്ഞ റോഡിന് വീതി കുറവാണെങ്കിലും സ്ഥലങ്ങൾ ഒരുപാടില്ല. ഇനി നമുക്കിത് 4 വരി പാതയാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇതാരും ചെയ്യുന്നില്ല. ഇതിൻ്റെ അധികാരപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ആരാണ്, ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, അവരാരും ചെയ്യുന്നില്ല. 2 ഭാഗത്തും നല്ല സ്ഥലങ്ങളുണ്ട്. ഒരുപാട് കാട് പിടിച്ചിരിക്കുകയാണ്. ഈ കാട് പിടിച്ച ഭാഗങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് ഇതുപോലെ റബ്ബറൈസ് ചെയ്ത് താറൊക്കെ ചെയ്ത് 4 വരി പാത, അപ്പുറം 2 വരി, ഇപ്പുറം 2 വരി, അങ്ങനെ ഒരു 4 വരി പാതയുള്ള റോഡാക്കിയിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു. നോക്കൂ, എല്ലാ വണ്ടിയും ഓവർടേക്ക് ചെയ്ത് ഒരു അപകടകരമായ രീതിയിലായിരിക്കണം ഒരു ഡ്രൈവ് ചെയ്യേണ്ടത്. ഇതിലൂടെ ഡ്രൈവ് ചെയ്യുന്ന അധിക ഡ്രൈവേഴ്സിനും പൊതുവെ ഒരു പരാജയമാണ്. ഇതിൽ വണ്ടി ഓടിക്കുക ഒരു റിസ്ക്കാണ്, ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു രീതിയിലായിരിക്കും വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത്. അത്യാവശ്യം പോകേണ്ടവർക്ക് ഒരുപക്ഷെ ഇതുപോലെ ഒരു 80 സ്പീഡിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം, അതല്ലെങ്കിൽ ഇതുവഴി കാസർഗോഡ് മംഗലാപുരം പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാകും, തലശ്ശേരി കോഴിക്കോടും ഇതുവഴി പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാകും. അവർക്കൊക്കെ അത്യാവശ്യം സ്പീഡ് പോകേണ്ടി വന്നാൽ പോകാൻ പറ്റില്ല. കാരണം ഇതാണ് അവസ്ഥ. റോഡുകളിൽ വാഹനങ്ങൾ കൂടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓവർടേക്ക് ചെയ്ത് പോകാൻ ശ്രമിച്ചാലും നമുക്ക് സാധിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. നോക്കൂ, ഇതുപോലെ മുന്നിൽ ഏതെങ്കിലും ഒരു വണ്ടി പെട്ടുകിടക്കും. അപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം റോഡിന് വളരെ വീതി കുറഞ്ഞുപോയി.
കുറച്ചും കൂടി ഒരു വീതിയൊക്കെ കൂട്ടി ഒരു 4 വരി പാതയാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അത് ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കുന്നില്ല. ആരാണ് തടസ്സം നിൽക്കുന്നത്? ഇനിയിപ്പോൾ ടൗണുകളാണോ, എന്നാൽ പിന്നെ ടൗണുകളിൽ നമുക്ക് ഇതുപോലെ 4 വരി പാത വേണമെന്നില്ല. അവിടെ ഒരു നാരോ റോഡ് എന്നൊരു ബോർഡ് വെച്ചിട്ട് റോഡിന് അത് പഴയ പടി നിലനിർത്തിയാലും കുഴപ്പമില്ലല്ലോ. ആ ഒരു ഓപ്ഷൻ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ. നമുക്കെന്താണ് അതിൻ്റെ അധികാരപ്പെട്ടവർക്ക് ചെയ്യാമല്ലോ. എനിക്ക് തോന്നുന്നു ഈ റോഡ് റബ്ബറൈസ് ചെയ്തിട്ട് 20 വർഷമായി ഈ റോഡിന് ഒരു മാറ്റവുമില്ല, വീതി കൂടിയിട്ടുമില്ല. 20 വർഷമായി ഈ റോഡിലൂടെ പോകുന്നവർക്ക് മാറ്റങ്ങൾ വന്നു. അവരുടെ കയ്യിലുള്ള മൊബൈലും കയ്യിലുള്ള വാഹനങ്ങൾക്കും മാറ്റം വന്നു. 20 വർഷം മുന്നേ വാഹനങ്ങളില്ലാത്തവർക്ക് ഇന്ന് വാഹനം കയ്യിൽ വന്നു. ഒന്നായിരിക്കില്ല, 2 3 വാഹനങ്ങൾ വരെ ഒരു വീട്ടിലിപ്പം വന്നിട്ടുണ്ട്. പക്ഷേ ഈ 20 വർഷം കൊണ്ട് ഈ റോഡിന് മാത്രം മാറ്റം വന്നില്ല. ഇതെപ്പോഴാണ് മാറുക? ഇതൊരു ഇൻ്റർനാഷണൽ എയർപോർട്ട് റോഡല്ലേ. 20 വർഷം മുന്നേ ഈ ഒരു എയർപോർട്ട് ഇല്ലെങ്കിലും, എയർപോർട്ട് ഇപ്പോൾ അടുത്ത് വന്നതാണെങ്കിലും, ഈ എയർപോർട്ട് വന്നതിന് ശേഷമെങ്കിലും ഈ റോഡിനൊരു മാറ്റം വരുത്തിക്കൂടെ? ഈ എയർപോർട്ടിൽ വരുന്ന എയറോസ്റ്റസും പൈലറ്റുമാരും താമസിക്കുന്നത് എനിക്ക് തോന്നുന്നു കണ്ണൂർ ടൗൺ ഭാഗത്താണെന്നാണ് തോന്നുന്നു. പക്ഷെ അവർക്ക് ഈ റോഡിലൂടെയാണ് അവർക്ക് പോകേണ്ടത്. ഇതുപോലെയായിരിക്കും അവർക്കൊക്കെ പോകേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ അഭിപ്രായം, എൻ്റെ ഒരു അപേക്ഷ, റോഡിന് വീതി കൂട്ടുക, റോഡ് 4 വരി പാതയാക്കുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരു യാത്രാ സൗകര്യം ഉണ്ടാക്കുക എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഈ റോഡിലൂടെയാണ് ഇരിക്കൂർ, ഇരിട്ടി, മലയോര ഹൈവേകളിലേക്ക് പോകുന്ന ബസ്സുകൾ ഈ റോഡിലൂടെയാണ് പോകുന്നത്. ബാംഗ്ലൂർ, മൈസൂർ, കൂർഗ് ഭാഗങ്ങളിൽ പോകുന്ന അന്തർ സംസ്ഥാന ബസ്സുകൾ ഈ റോഡിലൂടെയാണ് പോകുന്നത്. കൊട്ടിയൂർ പോകുന്ന ബസ്സുകളും ഇതിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ ഈ അന്തർ സംസ്ഥാനങ്ങളിലേക്കും മറ്റു മലയോര ഭാഗങ്ങളിലേക്കും ഒരുപാട് വാഹനങ്ങൾ ഈ റോഡിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഈ റോഡ് വീതിയില്ല, 2 വേ റോഡ്. 4 വരി പാതയാക്കേണ്ട അവസ്ഥ വന്നിട്ടും ഇത് 4 വരി പാതയാക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ റോഡിന് വീതി കൂട്ടുക, 4 വരി പാതയാക്കുക. അതല്ലെങ്കിൽ ജനങ്ങൾക്ക് സുഗമമായി ഡ്രൈവ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. റോഡിന് വീതി കൂട്ടു. ഏകദേശം മേലെ ചൊവ്വ വരെ ഇതാണ് അവസ്ഥ. റോഡിന് വീതിയില്ലാതെ മറ്റു ഓരോ വണ്ടിയെയും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, പിന്മാറുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനിയിപ്പോൾ ചില ആളോട് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച് ഒരുപക്ഷെ ക്ഷമകെട്ട് അപകടങ്ങളിലേക്ക് വരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഓരോ 4 വരി പാതയാക്കിയിട്ട് അപ്പുറം 2 വരി ഇപ്പുറം 2 വരി ഓരോ ട്രാക്ക് വെച്ചാൽ, ഓരോ വണ്ടിക്കും ഓരോരോ ട്രാക്ക് വെച്ചാൽ അത്രയും സൗകര്യമായിരിക്കും. ഓരോ ബൈക്കൊക്കെ സ്കൂട്ടറൊക്കെ പോകുന്നുണ്ട്, ഇടയിലൂടെ കുത്തിക്കയറി എവിടെയാണ് ഗ്യാപ്പ് കിട്ടുന്നത് അതിലേക്കൂടെയായിരിക്കും മിക്കവരും പോവുക. ഗ്യാപ്പ് എവിടെ കിട്ടുന്ന അതിലേക്ക് കുത്തിക്കയറ്റും. അതാണ് നമ്മളെ നാട്ടിലെ ഡ്രൈവിംഗ് സംസ്കാരം. ആ സംസ്കാരം മാറണമെങ്കിൽ റോഡിൻ്റെ സിസ്റ്റം ഒന്ന് മാറ്റിയാൽ മതി. അപ്പുറം 2 വരി ഇപ്പുറം 2 വരി ഓരോ ട്രാക്ക് വെക്കുക. വേഗതയിൽ പോകുന്നവർക്കൊരു ട്രാക്ക്, മെല്ലെ പോകുന്നവർക്കൊരു ട്രാക്ക്. വേഗതയിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ട്രാക്ക് മാറ്റിക്കൊടുക്കുക എന്നുള്ള ഇതുപോലെ ഒരു ഇൻ്റർനാഷണൽ സിസ്റ്റം ഇനിയെങ്കിലും വരുത്തിക്കണം. 20 വർഷമായി 2025 20 വർഷമായിട്ടുള്ള ആ ഡ്രൈവിംഗ് സിസ്റ്റമാണ് ഇപ്പോഴും പലരും കൊണ്ടുപോകുന്നത്. എവിടെയാണ് ഗ്യാപ്പ് കിട്ടുന്നത് അവിടേക്ക് കുത്തിക്കയറ്റുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെ എല്ലാവർക്കും പറയാനുണ്ടാവും, എല്ലാവരുടെയും മനസ്സിലും ഇതുപോലെ ആയിരിക്കാം. എൻ്റെ ഭാഗത്ത് പല തെറ്റും പിഴവുകളും ഉണ്ടാകും. പക്ഷേ ഒരു സാധാരണക്കാരനെന്ന രീതിയിൽ ഞാൻ സംസാരിച്ചതാണ്, എൻ്റേതായ രീതിയിൽ സംസാരിച്ചതാണ്. ഓക്കെ ഗൈസ്.